അപ്പൊ ഇതുപോലെ മുടി വളർത്തിയെടുക്കാനായിട്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പങ്ക് വഹിച്ച ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഹെയർ പാക്കാണ് ഉലുവ പായ്ക്ക് എന്ന് പറയുന്നത്. എല്ലാ ഹെയർ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ്. പക്ഷെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കാം. ഇപ്പോ തലേദിവസം രാത്രി ഇടുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വെളുപ്പിനെ എടുത്ത് അരച്ച് ഉപയോഗിക്കാട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ പകലിട്ട് വെക്കാം, രാത്രിയിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും ഒരു 10-12 മണിക്കൂറോളം വെള്ളത്തിൽ കിടക്കുമ്പോഴേക്കും നല്ലോണം ഇത് കുതിർന്ന് വീർത്തു വരും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മിക്സിയിലിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഓഫീസിൽ പോകുന്നവരോ അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലോ ഒക്കെ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ഹെയറിൽ ഇത് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. പിന്നെ കൂടാതെ തന്നെ ഇത് അരിക്കേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ കൂടുതലും, അതായത് ഈ സ്കാൽപ്പിലൊക്കെ ഇത് തങ്ങി നിന്നിട്ട് കുറച്ച് ഡാൻഡ്രഫും കാര്യങ്ങളും ഒക്കെ വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് അരിച്ചെടുത്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്, പേസ്റ്റ് പോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഈ പേസ്റ്റ് വേണം നമ്മുടെ തലയിൽ ഇങ്ങനെ തേച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഉലുവ ഉണ്ടല്ലോ, അത് നമ്മുടെ ഹെയറിനെ കുറച്ചും കൂടി ഡ്രൈ ആക്കുന്ന ഒരു കാര്യമാണ്. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടുണ്ടല്ലോ നമ്മുടെ ഹെയറിൽ ഒരു 2-3 ഡ്രോപ്പ് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ ഒന്ന് തൊട്ട് പുരട്ടി കൊടുക്കാൻ നല്ലതാ. അത് ഡ്രൈ ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ പാക്ക് റെഡി ആക്കിയിട്ടുണ്ടല്ലോ, അതിലേക്ക് 1 സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്യുവാണേ. അപ്പോൾ എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരുപാട് ടയേർഡായിട്ട് നമ്മളിപ്പോൾ മറന്നുപോയി ഉലുവ വെള്ളത്തിലിട്ട് വെക്കാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഉലുവ മിക്സിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് നല്ലോണം ഇതിങ്ങനെ പൊടിച്ചെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. എന്നിട്ട് 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡ്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഏത് ഹെയർ ടൈപ്പ് ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് താരനായിരിക്കും. അപ്പോൾ ഈ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ താരനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കൂടത്തേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് കറക്റ്റായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. എന്നിട്ട് ഹെയറിൻ്റെ ഈ ടോപ്പ് ലെയറിലുള്ളൊരു സെക്ഷൻ ഉണ്ടല്ലോ, ആ സെക്ഷൻ ഞാനിവിടെ എടുക്കുക. ഈ ടൈപ്പ് കോംബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻസ് എടുക്കുന്നതിന് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി നമ്മുടെ ഏത് സ്കാൽപ്പാണെന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ പൊടി പോലെ താരനൊക്കെ വരുന്ന നമ്മുടെ ഈ മുടി സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നോക്കുക. അവിടെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കാൽപ്പായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിലി സ്കാൽപ്പ്, അതായത് ഭയങ്കരമായിട്ട് സെബമൊക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് നല്ല എണ്ണമയമായിട്ടിരിക്കുന്ന ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ അത് ഓയിലി സ്കാൽപ്പ്. പിന്നെ കോമ്പിനേഷൻ സ്കാൽപ്പ് ആണെങ്കിൽ അതിൽ ഡ്രൈയും അല്ല ഓയിലിയും അല്ല. ഓയിലി സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എണ്ണ ഇതിൻ്റെ ഒപ്പം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മുടെ ഹെയറിൽ ഓൾറെഡി സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഉലുവ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഈ സെബത്തിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് നാച്ചുറലായിട്ടുള്ള ഒരു ന്യൂട്രൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ഡ്രൈ ആയിട്ട് ഡാൻഡ്രഫും ഒരിത്തിരി തലയിലൊക്കെ ചൊറിച്ചിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഉലുവ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറ്റാർവാഴയോ എണ്ണയോ അങ്ങനെ നമ്മുടെ ഹെയറിനെ മോയ്സ്ചറൈസ്ഡ് ആക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ. ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് എന്നിട്ടും മുടി കൊഴിച്ചിൽ ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ പുതിയ മുടിയൊന്നും വളരുന്നില്ല, അല്ലെങ്കിൽ മുടിക്ക് ആരോഗ്യം ഒട്ടുമില്ല, അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ സപ്ലിമെൻറ്റ്സ് എടുക്കണം. അതായത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള സപ്ലിമെൻറ്റ്സ്. അപ്പോൾ അതിന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണേണ്ടവർക്ക് അത് പോയി കാണാം കേട്ടോ. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടോ സ്ട്രെസ്സ്, ടെൻഷന്, ഡിപ്രഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മുടി ധാരാളം കൊഴിഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെ മാക്സിമം കുറച്ചിട്ട് പിന്നെ നല്ലോണം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ലോണം വെള്ളം കുടിക്കണം, ഒരു 2-3 ലിറ്ററൊക്കെ വെള്ളം കുടിക്കണം. അപ്പോൾ തന്നെ മുടിക്ക് നല്ലൊരു ആരോഗ്യം വരുന്നതായിട്ട് കാണാൻ പറ്റും. മുടി നരയ്ക്കുന്ന പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്ക വാങ്ങിച്ച് ഉണക്കി പൊടിച്ചിട്ട് അതിൻ്റെ പൊടി യൂസ് ചെയ്ത് നമ്മുടെ മുടിയൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ജ്യൂസ് 1-2 ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ ജ്യൂസ് ഇത്തിരി ചെറു ചൂടുവെള്ളം കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, നല്ല ഹെയർ ഗ്രോത്തൊക്കെ ഉണ്ടാവും. ഞാൻ ഇത് മുടിയുടെ അറ്റം വരെ തേച്ച് കൊടുക്കുവാണ്. എനിക്ക് തന്നെ തേക്കുന്നതുകൊണ്ട് മുടിയുടെ ബാക്ക് സൈഡൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരുവിധം ഒപ്പിച്ചിട്ടുണ്ട്.
നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇത് തന്നെ ചെയ്യാതെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കും കേട്ടോ. ഞാൻ ദേ മുകളിൽ നിന്നൊന്ന് കാണിച്ചു തരാം. ദേ ഇത് കണ്ടോ, എൻ്റെ സൈഡിലൊന്നും കുറച്ച് പറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നു. അത് ലാസ്റ്റ് എനിക്ക് മനസ്സിലായേ. ഇനി ഹെയർ വാഷ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. മുടിയുടെ അറ്റം ആദ്യം വാഷ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് പതിയെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വരാം കേട്ടോ. മുടി കൊഴിച്ചിലുള്ളവർ ഇങ്ങനെ മുടി കഴുകാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കൂടുതലും മുടി കൊഴിയും. പിന്നെ നനഞ്ഞ മുടിയിൽ ചീപ്പും കൊണ്ട് ഒരിക്കലും ചീവരുത്. അത് നമ്മുടെ റൂട്ടീൻ തന്നെ അത് വിട്ടു പോരാൻ വേണ്ടിയിട്ട് കാരണമാവും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിയിൽ ചിലപ്പോൾ കായ വരും, ഇങ്ങനെ കറുത്ത് തരിതരി പോലത്തെ കായ. അത് കഴിഞ്ഞ് ഈ മുടി എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതങ്ങ് പൊട്ടിപ്പോവും, പിന്നെ അതിൻ്റെ ആരോഗ്യം നശിച്ച് അങ്ങ് വല്ലാണ്ടായിപ്പോവും. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയറിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് മാക്സിമം കളയാൻ വേണ്ടി നോക്കണം. പിന്നെ ബ്ലോ ഡ്രൈ ചെയ്യാം, പക്ഷേ ഡെയിലി ചെയ്യുന്നത് നമ്മുടെ ഹെയറിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കും കേട്ടോ. ഇതിക്ക് ഫ്രിസിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ട് ആൻറ്റി ഫ്രിസ് ആയിട്ടുള്ള ഷാമ്പൂസൊക്കെ അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യാം. പിന്നെ ഹെയർ സിറംസ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു പരിധി വരെയൊക്കെ ഈ ഫ്രിസിനെസ് തടയാം. ഈ ഉലുവയുടെ കൂടെ മിക്സ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ കൊടുത്തേക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ.